ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവം നമ്മളേവരെയും എപ്രകാരമാണ് പരിപാലിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം നാം വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ ബാബിലോണിലുള്ള ജനങ്ങൾ ആരാധിച്ചിരുന്ന, പൂജിച്ചിരുന്ന ഒരു വ്യാളിയുണ്ടായിരുന്നു. ആ വ്യാളിയെ ആരാധിക്കുവാൻ രാജാവ് ദാനിയേലിനോട് പറഞ്ഞു. ദാനിയേൽ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ. അവനാണ് സത്യമായിട്ടുള്ളവൻ. ഞാൻ അവിടുത്തെ മാത്രമേ ആരാധിക്കൂ. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, ഈ വ്യാളിയെ കൊല്ലുവാൻ അങ്ങ് എനിക്ക് അധികാരം തന്നാൽ വടിയോ വാളോ ഇല്ലാതെ ഞാൻ അവയെ കൊന്നുകളയാം. രാജാവ് അവന് അധികാരം കൊടുത്തു. അവൻ കീലും നെയ്യും രോമവും ഒരുമിച്ച് തിളപ്പിച്ച് ഉരുളകളായി വാളിയുടെ വായിൽ വെച്ചു കൊടുത്തു. വ്യാളി അത് ഭക്ഷിച്ചു. വ്യാളി പൊട്ടിത്തെറിച്ചു. ദാനിയേൽ ബാബിലോൺ ജനങ്ങളോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ പൂജ്യമായ വസ്തുക്കൾ ചിതറിക്കിടക്കുന്നു. അത് കേട്ട് ജനം പ്രകോപിതരായി. അവർ രാജാവിനോട് പറഞ്ഞു, നീ യഹൂദനായിരിക്കുന്നു. നീ ഞങ്ങളുടെ പുരോഹിതരെ കൊന്നുകളഞ്ഞു. നീ ഞങ്ങൾക്ക് ദാനിയേലിനെ വിട്ടു തന്നില്ലെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞങ്ങൾ നശിപ്പിക്കും. രാജാവ് ഭയന്ന് ദാനിയേലിനെ അവർക്ക് വിട്ടുകൊടുത്തു. അവർ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. 7 സിംഹങ്ങളുടെ മധ്യേയാണ് അവനെ വലിച്ചെറിയുക. 6 ദിവസം ദാനിയേൽ അവിടെ കടന്നു. സിംഹങ്ങൾക്ക് ഒരു ദിവസം 2 മനുഷ്യരെയും 2 ആടുകളെയും നൽകിയിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ അവർ സിംഹങ്ങൾക്ക് യാതൊരു ഭക്ഷണം നൽകിയില്ല. കാരണം ദാനിയേലിനെ വളരെ ആർത്തിയോടുകൂടി വലിച്ചു കീറുന്നത് കാണുവാൻ അവർ കാത്തിരുന്നു. 6-ാം ദിവസം ഹബക്കുക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ പാടത്ത് വേല ചെയ്യുന്നവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കറി തിളപ്പിച്ച് ഒരു പാത്രത്തിൽ ബ്രെഡ് പൊടിച്ചിട്ട് കറിയെടുത്ത് പോകുവാൻ തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നീ ബാബിലോണിലേക്ക് സിംഹക്കുഴിയിലേക്ക് നീ പോകണം. അവൻ പറഞ്ഞു, പ്രഭു, ഞാൻ ബാബിലോൺ അറിയില്ല, സിംഹക്കുഴിയും അറിയില്ല. ദൂതൻ അവൻ്റെ തലമുടിയിൽ പിടിച്ച് അവനെ ആത്മചൈതന്യത്തിൻ്റെ ഇരുമ്പലോടുകൂടി ബാബിലോണിനെ സിംഹക്കുഴിയുടെ മുകളിൽ കൊണ്ടുപോയി നിർത്തി. ഹബക്കുക്ക് ദാനിയേലിനോട് പറയും, ദാനിയേലേ, നീ എഴുന്നേൽക്കുക, നീ ഭക്ഷണം കഴിക്കുക. ദാനിയേൽ പറയുന്ന വാക്കുകളാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്. 14-ാം അധ്യായം 38-ാം തിരുവചനം. ദാനിയേൽ പറയുന്നു, ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചുവല്ലോ. ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചുവല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലും ദൈവം നമ്മൾക്ക് നൽകാൻ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ഓർക്കേണ്ടത്, ദൈവം എന്നെ ഓർമ്മിച്ചുവല്ലോ. രണ്ടാമത് പറയുന്നത്, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുകയില്ല. ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. ദൂതൻ ഹബക്കുക്കിനെ അവിടുന്ന് കൊണ്ടുപോയി. സ്നേഹമുള്ളവരെ, 6 ദിവസം പട്ടിണിക്കിട്ടു. മൃഗങ്ങൾ ദാനിയേലിനെ വലിച്ചു കീറുവാൻ വേണ്ടി കാത്തിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം ദാനിയേലിനെ നിറഞ്ഞിരുന്നത് കൊണ്ട് സിംഹങ്ങൾക്ക് പോലും അവനെ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. സിംഹം വളരെ അനുസരണയോടുകൂടി
അവനോടുകൂടെ പാർത്തു. 7-ാം ദിവസം രാജാവ് ദാനിയേലിനെ അന്വേഷിച്ചു വരുമ്പോൾ ദാനിയേൽ യാതൊരു കുഴപ്പം കൂടാതിരിക്കുന്ന കണ്ട് അവനെ പിടിച്ച് കയറ്റി അവനെ അതിലേക്ക് തള്ളിയിടുവാൻ ശ്രമിച്ചവരെ സിംഹത്തിന് ഇരയായി നൽകുകയും ചെയ്തു. അവനും ദൈവത്തെ ആരാധിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എത്രയേറെ പഠിച്ചിട്ടും എനിക്ക് പ്രയോജനമില്ല, ഒരു നല്ലൊരു സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിച്ചില്ല എന്ന് നീ വിചാരിക്കുമ്പോൾ ഓർക്കണം, ദൈവം നിന്നെ ഓർത്തിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ലെന്ന് തിരുവചനം നമ്മൾ ഓർമ്മിപ്പിക്കുക. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവം എന്നുള്ളൊരു വിചാരമുണ്ടാകണം. അതാണ് ദാനിയേൽ കിട്ടിയ അനുഗ്രഹം കിട്ടിയപ്പോൾ, ഭക്ഷണം കിട്ടിയപ്പോൾ ദാനിയേൽ പറഞ്ഞത്, ദൈവമേ നീ എന്നെ ഓർമ്മിച്ചുവല്ലോ. സ്നേഹമുള്ളവരെ, ദൈവത്തെ സ്നേഹിച്ച് നമ്മൾക്ക് മുന്നേറാം. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വേദനയിലും നിന്നോടൊപ്പമായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഉണർത്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ദൈവത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി ദൈവമേ നിന്നെ ആരാധിക്കുന്നു എന്ന് ഏറ്റു പറയാം. നാം ഓരോരുത്തരും ജീവിതത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലുക ദൈവത്തിൻ്റെ പക്കലേക്കാണ്. വിശുദ്ധ കുർബാനയിൽ നാം ചെന്നു ചേരും, ആരാധനകളിൽ ചെന്ന് ചേരും, പുരോഹിതരുടെ അടുത്ത് ഉപദേശത്തിനായി ചെല്ലും, പ്രവാചകന്റെ അടുത്ത് ദൈവവചനത്തിനായി ചെല്ലും, ജ്ഞാനിയുടെ അടുത്ത് ഉപദേശത്തിനായി ചെല്ലും. സ്നേഹമുള്ളവരെ, ഇതിനെല്ലാം പൂർത്തീകരണം ഈശോ മിശിഹായാണ്. നിത്യാരാധനയിൽ നീ പങ്കെടുക്കുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ഉപദേശങ്ങൾ സ്വീകരിക്കുക. തിരുസഭയെടുത്തായിരിക്കുന്ന വ്യക്തികളോട് നീ സന്ദേശം സ്വീകരിക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവരിലുള്ളതായിരിക്കും അവർ നിങ്ങളെ നയിക്കുക. നിങ്ങൾ പ്രവാചക ശബ്ദം കേൾക്കുവാൻ വേണ്ടി സമീപിക്കുമ്പോൾ ആ ഒരു തോന്നൽ നിനക്കുണ്ടായത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാരണം അവനിലൂടെ നിനക്ക് കിട്ടുന്നത് ദൈവവചനമാണ്. ദൈവത്തിലേക്ക് നീ ആഴപ്പെടും. നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന തടസ്സങ്ങളെക്കുറിച്ച് വിരൽ ചൂണ്ടും. അവ സൗമ്യനത്തോടുകൂടി സ്വീകരിക്കുകയും ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട് ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് മുന്നേറുവാൻ നമുക്ക് ഏവർക്കും ശ്രദ്ധിക്കാം. ദൈവം നമ്മളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.